Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ഓവനിലല്ലാതെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു പ്ലം കേക്ക് തയ്യാറാക്കാം. ആൽക്കഹോൾ ഒന്നും ചേർക്കാതെ ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് വളരെ റിച്ചും മോയിസ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. പ്ലം കേക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് പഞ്ചസാര വരെ എടുക്കാം. ഇനി ഇതിൽ നിന്നും നമുക്ക് പകുതി പഞ്ചസാര കാരമൽ സിറപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു പ്ലം കേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. കാരമൽ സിറപ്പ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ടൊരു സോസ് പാനിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യേണ്ട, പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലോട്ടിട്ട് ഇത് നന്നായിട്ട് ബോയിൽ ചെയ്യിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ബോയിലായി ഒന്ന് പതഞ്ഞ് തിളയ്ക്കുന്ന സമയത്തേക്ക് നമ്മളിതിലേക്ക് 1/4 കപ്പോളം ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസോ ഇളം ചൂടുള്ള വെള്ളമോ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്തെങ്കിലും ക്രിസ്റ്റൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു ക്രിസ്റ്റൽ നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കുക. ഇപ്പോൾ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം മറ്റൊരു ബൗളിലേക്ക് ഇത് പകർത്താം. ഇനി ഒരു കാരമൽ സിറപ്പ് കംപ്ലീറ്റ്ലി കൂളാവാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കിതിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് എടുത്തു വെക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസും അതുപോലെ ക്രാൻബെറീസ്, സുൽത്താന, ആൽമണ്ട്സ്, ഡേറ്റ്സ്, ബ്ലാക്ക് കറൻസ്, പിസ്താഷ്യൂ, ഏപ്രിക്കോട്ട് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണക്കമുന്തിരി മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ഗ്ലേസ്ഡ് ചെറീസും എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ വേണ്ടത് കൂടുതൽ അളവിലും കുറച്ച് വേണ്ടത് കുറച്ച് അളവിലും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. എല്ലാം ഒരു 1 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ് ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്കാവുന്ന സമയത്ത് ഈ ഒരു കേക്കിൻ്റെ ഏറ്റവും ബേസിൽ വന്ന് അടിഞ്ഞു കൂടാനുള്ള ചാൻസ് ഉണ്ട്, ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വെയിറ്റ് കൊണ്ട്. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്ലേസ്ഡ് ചെറീസ് ചേർത്തു, അതുപോലെ ചോപ്ഡ് കാഷ്യൂസ്, അതുപോലെ ചോപ്പ് ചെയ്തിട്ടുള്ള പിസ്താഷ്യൂസ്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കുന്ന പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സോക്കിംഗ് എഫക്റ്റ് കിട്ടുന്നതിനായിട്ട് ഇതൊരു 10 മിനിറ്റ് ചൂട് വെള്ളത്തിൽ ഞാനൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. പ്ലം കേക്കിലെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് തന്നതായിട്ട് കഴിക്കുന്നേക്കാളും കുറച്ച് സോക്കായിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചൂടുള്ള 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ബോയിലിംഗ് വാട്ടറാണിത്. നന്നായിട്ട് ഒന്ന് സോക്കാക്കി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇത് സോക്കാവുന്ന ടൈമിൽ നമുക്കിനി അടുത്തതായിട്ട് ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചു വയ്ക്കാം. അതിനായിട്ട് ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം പട്ട, ഉണക്ക ഇഞ്ചി, 2 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, ഇവയെല്ലാം ചേർത്ത് നമുക്ക് ഈ പഞ്ചസാര വളരെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഈ ഒരു സ്പൈസസിൻ്റെ ഫ്ലേവറാണ് ഈ ഒരു പ്ലം കേക്കിന് ഏറ്റവും സ്വാദ് കൂട്ടുന്നത്. അപ്പോൾ മിക്സ്ഡ് സ്പൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മുതൽ 2 ടീസ്പൂൺ വരെ പൗഡർ ചേർത്താലും മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്നതിനുള്ള ടിന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു ബേക്കിംഗ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ബേക്കിംഗ് പേപ്പർ നമുക്ക് 2 or 3 ലെയറായിട്ട് പോലും ഈ ഒരു കേക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ആവുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കാം. ഇനി ഒരു ടിന്നിൻ്റെ ഉള്ളിലും നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബേക്കിംഗ് പേപ്പറിൽ ഇത് സ്റ്റിക്ക് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ഉള്ളിലും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി സോക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലിക്വിഡ് നമുക്ക് ഇതിൽ നിന്നും ഡ്രെയിൻ ചെയ്ത് മാറ്റാം. എല്ലാം ഡ്രെയിൻ ചെയ്ത് ഇപ്പോൾ ഞാനൊരു കണ്ടെയ്നറിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ചേർത്തിട്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ബേക്കാവുന്ന ടൈമിൽ കേക്കിൻ്റെ ഏറ്റവും ബേസിൽ അടിഞ്ഞു കൂടാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു പ്ലം കേക്കിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ലെമൺ സെസ്റ്റും അതുപോലെ ഓറഞ്ച് കാൻഡീഡ് പീലും ലെമൺ കാൻഡീഡ് പീലും ചേർക്കുന്നുണ്ട്. എല്ലാം ഓരോ ടീസ്പൂൺ വീതമാണ് ചേർക്കുന്നത്. കാൻഡീഡ് പീലിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് മൈദ ചേർത്തിട്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്കിത് കുക്കറിൽ ചെയ്യാം. കുക്കറിൽ ചെയ്തിട്ടുള്ള എഗ്ലെസ് മാംഗോ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വലിയ ഒരു പാൻ എടുത്തിട്ട് ഈ പാനിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് ഹൈറ്റുള്ള പാൻ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇതിലേക്ക് ഒരു സ്റ്റീൽ റിങ്ങും അതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ കേക്ക് പോലെയല്ല, കുറച്ച് ടൈം എടുത്ത് ബേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു സ്റ്റീൽ ടിന്നും കൂടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ ചേർക്കാം. ഇനി ഇതൊരു ഇലക്ട്രിക് ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് ലൈറ്റ് ആൻഡ് ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടറിൻ്റെ കളറ് യെല്ലോയിൽ നിന്നും വൈറ്റ് ആകുന്നത് വരെയാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇടയ്ക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം. ആദ്യം പകുതി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് ബൗളിൻ്റെ എവിടെയെങ്കിലും മിക്സ് ആവാതെ ഉണ്ടെങ്കിൽ ഈവനായിട്ട് മിക്സായി കിട്ടുന്നതിനായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒരു മീഡിയം സ്പീഡിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ബട്ടറും പൊടിച്ച പഞ്ചസാരയും നല്ലൊരു ലൈറ്റ് ആൻഡ് ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കിട്ടണം, അതുവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 മുട്ടയാണ് ചേർക്കുന്നത്. ആദ്യം ഒരു മുട്ട ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം രണ്ടാമത്തെ മുട്ട ചേർക്കാം. രണ്ടും ഒരുമിച്ച് ചേർക്കരുത്. ഇപ്പോൾ രണ്ടാമത്തെ മുട്ട ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബട്ടർ ചെറുതായിട്ട് പിരിഞ്ഞതുപോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഈ ഒരു എഗ്ഗിലുള്ള ലിക്വിഡ് കാരണം ബട്ടറിലുള്ള ഓയിൽ സെപ്പറേറ്റ് ആവുന്നതാണ്. കേക്കിൻ്റെ ടേസ്റ്റിനോ ടെക്സ്ചറിനോ യാതൊരു വ്യത്യാസവും വരില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ആ പിരിഞ്ഞതുപോലെയുള്ളതെല്ലാം മാറി നല്ലതായിട്ട് സ്മൂത്തായിട്ട് വരും. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റോ എസൻസോ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കേക്കിൽ നമ്മൾ ഒരുപാട് വാനില എസൻസ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് മിക്സ്ഡ് സ്പൈസ് ചേർത്ത് പൊടിച്ചിരിക്കുന്നത് കാരണം ആ ഒരു സ്പൈസസിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ മുട്ടയുടെ സ്മെല്ലൊന്നും വരില്ല. ഇനി നമുക്കിതിലേക്ക് തണുപ്പിച്ചെടുത്തിട്ടുള്ള കാരമൽ സിറപ്പ് ചേർക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ വളരെ തിക്കായിട്ടുള്ളൊരു ഹണിയുടെ ടെക്സ്ചറിലായിരിക്കും ഇരിക്കുന്നത്. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കാരമൽ സിറപ്പ് ചേർക്കുമ്പോഴായിരിക്കും ഈ ഒരു പ്ലം കേക്കിന് നല്ലൊരു കളർ കിട്ടുന്നത്. ഇപ്പം എല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ നല്ലൊരു സിൽക്കി സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഏപ്രിക്കോട്ട് ജാം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാം ചേർക്കാം. ജാം ചേർക്കുന്നത് ഈ ഒരു പ്ലം കേക്കിന് നല്ലൊരു മോയ്സ്ചർ കിട്ടുന്നതിനായിട്ടാണ്.
നമുക്ക് ജാം ചേർക്കുന്നത്. ജാമോ 1 ടേബിൾ സ്പൂൺ ഹണിയോ ചേർക്കാം. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് ഒത്തിരി സോഫ്റ്റ് ആയിട്ട് നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നര കപ്പ് മൈദ നമ്മൾ ഓൾറെഡി ഡ്രൈ ഫ്രൂട്ട്സിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ബാറ്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർക്കുന്നില്ല. ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കോട്ട് ചെയ്തിട്ടുള്ള മൈദയായിട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും മൈദയും കൂടെ ഉള്ള ഒരു മിക്സ് ചേർക്കാം. ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു ഡ്രൈ ഫ്രൂട്ട്സ് സാവധാനം ഈ ഒരു ബാറ്ററിൽ ഫോൾഡ് ചെയ്തെടുക്കണം. ആ ഒരു ബട്ടറിൻ്റെ ഫ്ലഫിനെസ് മാറാതെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ബാറ്റർ വളരെ തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഈവനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ പകർത്താം. ഇതുപോലെ വളരെ തിക്കായിട്ടായിരിക്കും ഈ ഒരു ബാറ്റർ ഇരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലേക്കാണ് നമ്മൾ പകർത്തുന്നത്. അപ്പോൾ ബേക്കിംഗ് ടിന്നിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ചും ബേക്കിംഗ് ടൈമിലും വ്യത്യാസം വരും. അപ്പോൾ കുറച്ചുകൂടെ വലിയ പാൻ ആണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് ടൈം കുറയും. ചെറിയ പാൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം ബേക്ക് ചെയ്യാനായിട്ട് എടുക്കും. ഇനി ഇതൊരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും വലിയ എയർ ഹോൾസ് ഉണ്ടെങ്കിൽ പോകുന്നതിനായിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസും ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാനിലേക്ക് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാൻ ഇവിടെ പ്രീഹീറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ച് വെക്കണം. ഈ ഒരു പാനും അത്യാവശ്യം നല്ല ചൂടായിരിക്കും. സെൻറ്ററിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെയല്ല, പ്ലം കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ഏകദേശം നമുക്ക് 1 മുതൽ 1.5 മണിക്കൂർ വരെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കും. അപ്പോൾ ഇതൊരു 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിൻ ആയതുകൊണ്ട് എനിക്ക് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഈ ഒരു ടിന്നിൽ തന്നെ 5 മിനിറ്റ് കൂളാവാനായിട്ട് വെക്കാം. അതിനുശേഷം മാത്രം പുറത്തെടുക്കാം. ഈ ഒരു കേക്ക് ബേക്കാവുന്ന സമയത്ത് നല്ലൊരു പ്ലം കേക്കിൻ്റെ മണമാണ് വീട് മുഴുവൻ. ആ ഒരു സ്പൈസസിൻ്റെയും ഈ ഒരു കാരമലിൻ്റെ ഒക്കെ ഒരു നല്ലൊരു മണമാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടിന്നിൽ തന്നെ ഒരു 5 മിനിറ്റ് ഈ ഒരു കേക്ക് തണുക്കാനായിട്ട് വെക്കാം. അതിനുശേഷം മാത്രം പുറത്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഈ ഒരു ടിന്നിൽ നിന്നും പുറത്തെടുക്കാം. സൈഡിലുള്ള ബട്ടർ പേപ്പർ എല്ലാം ഇതിൽ നിന്ന് അങ്ങ് മാറ്റാം. ഈ ഒരു സമയത്തും കേക്ക് വളരെ സോഫ്റ്റ് ആയിരിക്കും. 6 ഇഞ്ച് ആയതുകൊണ്ട് നല്ലൊരു ഹൈറ്റ് ഉള്ളൊരു കേക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കേക്കിൻ്റെ അടിഭാഗമാണെങ്കിലും ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. ഈവനായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് കംപ്ലീറ്റ്ലി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ക്ലിംഗ് റാപ്പ് ടൈറ്റായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. 1-2 തവണ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് നമ്മൾ ആൽക്കഹോളൊന്നും ചേർക്കാതെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമുക്കിത് 2 ആഴ്ച വരെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. വൺസ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ 2 ആഴ്ച വരെ ഫ്രഷ് ആയിട്ടിരിക്കും. ഫ്രിഡ്ജിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 1 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം.
ബേക്ക് ചെയ്യുന്ന ഐറ്റംസ് എപ്പോഴും ഒരു ദിവസം കഴിയുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലം കേക്കിൻ്റെ എഡ്ജസ് എല്ലാം കുറച്ച് ഹാർഡായിട്ട് പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇത് 1-2 ദിവസം ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ വളരെ സോഫ്റ്റും നല്ലൊരു മോയിസ്റ്റുമായിട്ടുള്ളൊരു കേക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 600 മുതൽ 650 ഗ്രാം വരെ ഉണ്ടാകും. നമ്മൾ ആ ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വെയിറ്റ് അനുസരിച്ച് കേക്കിൻ്റെ വെയിറ്റും വ്യത്യാസം വരും. കട്ട് ചെയ്ത് നോക്കാം. ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ട് വളരെ റിച്ചും മോയിസ്റ്റുമായിട്ടുള്ളൊരു കേക്കാണിത്. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാത്തത് കൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കേക്ക് ഒട്ടും തന്നെ പൊടിഞ്ഞു പോയില്ല. എന്നാൽ കഴിക്കുന്ന സമയത്ത് നമ്മൾ ആ ബട്ടറൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. വളരെ സോഫ്റ്റും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണിത്. കേക്കിൽ കൂടുതലും ഡ്രൈ ഫ്രൂട്ട്സ് ആണുള്ളത്. അതേസമയം നല്ലൊരു ബട്ടർ കേക്കിൻ്റെ ഒരു ടെക്സ്ചറും ഇതിനുണ്ട്. ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന അത്രയും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഇതുപോലെയാണ്, നല്ലൊരു ക്രംബ്ലി ടെക്സ്ചറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.